നമസ്കാരം, ULലേക്ക് സ്വാഗതം. ഞാൻ ജോയൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു മൈഗ്രേഷൻ ചരിത്രമാണ്. അതായത് കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി UK, US, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്ന ഒരു മലയാളിയുടെ ചരിത്രം. നേരത്തെ ഇത് ദുബായ് അതുപോലുള്ള GCC രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ആ ട്രെൻഡ് മാറി UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ മൈഗ്രേഷൻ ഇങ്ങനെ നടക്കുന്നത്? അത് വെറും പണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. നേരത്തെ GCCയിലേക്ക്, ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോയിരുന്നവർ കുടുംബത്തെ സംരക്ഷിക്കാനും അവരുടെ പണം കൃത്യമായി ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കൃത്യമായി ഇടവേളകളിൽ നാട്ടിൽ വരികയും നാട്ടിൽ സെറ്റിലാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു. എന്നാൽ ഇന്നത്തെ യുവത്വം എങ്ങോട്ടാണ് പോകുന്നത്? അവർ രാജ്യം വിട്ടു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ തിരിച്ചു വരാൻ മടി കാണിക്കുന്ന, താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കൂടുതലും. ഒരു 100 പേര് പോകുന്നുണ്ടെങ്കിൽ 90 പേരും തിരിച്ചു വരാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ, അല്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത്? മലയാളി പൊളിയാണ്, കേരളം പൊളിയാണ്, നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞ് ഘോഷിക്കുന്ന നമ്മൾ തന്നെയാണ് ഈ നെട്ടോട്ടം ഓടുന്നത്. അപ്പോൾ അതിന് പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടോ? നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഈ ഇടയ്ക്കായിട്ട് ഇൻസ്റ്റാഗ്രാമുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് വളരെ നിറഞ്ഞു വന്ന ചില വീഡിയോസാണ്. അതായത് മക്ഡൊണാൾഡ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയിട്ട് ഒരു 100-150 പേര്, അല്ലെങ്കിൽ 1000-1500 പേരൊക്കെ വലിയ ക്യൂ നിൽക്കുന്ന വീഡിയോസ്. അതിൽ കൂടുതലും ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് അതിൽ കൂടുതലും. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ഉയർന്ന ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നവർ, കൂടുതൽ ശമ്പളം വാങ്ങിക്കാനും കൂടുതൽ പരിസ്ഥിതി അല്ലെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നവർ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? മലയാളിക്ക് നേരത്തെ തൊട്ടേ ഒരു ട്രെൻഡുണ്ട്. അതായത് 1-2 എഞ്ചിനീയർ നാട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും എഞ്ചിനീയർ ആകാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓക്കെ അവൻ എഞ്ചിനീയർ ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, നീയും പോയി എഞ്ചിനീയറിംഗ് പഠിക്കുക. ഒരാളുടെ കഴിവെന്താണെന്നോ അഭിരുചി എന്താണെന്നോ തിരിച്ചറിയാതെ നമ്മുടെ മാതാപിതാക്കൾ ഇന്നത് ചെയ്തുകൊണ്ട് ആണ് അവർ രക്ഷപ്പെട്ടത്, അതുകൊണ്ട് നീയും പോയി അതുപോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നല്ല, ഇപ്പോഴും ഉണ്ട്. അപ്പം അതാണ് ശരിക്കും നമ്മളെ മടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചിലരെയെങ്കിലും അത് മടുപ്പിക്കുന്നത്. കാരണം ഒരാൾ എഞ്ചിനീയർ ആകാൻ പോയാൽ പുറകെ ആ നാട്ടിലുള്ള സകല ആൾക്കാരും എഞ്ചിനീയർ ആകാൻ പോകും. ഒരാൾ ഇസ്രായേലിൽ പോയാൽ ആ നാട്ടിലുള്ള സകല ആൾക്കാരും ഇസ്രായേലിലേക്ക് പോകുന്നു. ഒരാൾ UK പോയാൽ ആ നാട്ടിലുള്ള സകല ആൾക്കാരും UK പോകുന്നു, അല്ലെങ്കിൽ US പോകുന്നു. ഒരാൾ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ പുറകെ ആൾക്കാർ മുഴുവൻ പോവുകയാണ്. എല്ലാവരും രക്ഷപ്പെടാനാണ് പോകുന്നത്. എന്നാൽ ഇങ്ങനെ പോകുന്നവരൊക്കെ രക്ഷപ്പെടുന്നുണ്ടോ? അതായത് ഒരു ജോലി ചെയ്യാൻ അതിൽ അഭിരുചിയുള്ള ആൾ പോയിട്ടേ കാര്യമുള്ളൂ. എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റുള്ള ഒരാളെ എഞ്ചിനീയർ ആകാൻ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവരൊക്കെ ചുമ്മാ പോയി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി വരാമെന്നല്ലാണ്ട് അതിലൊരു കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഭക്ഷണത്തോടും അതുണ്ടാക്കാനുള്ള കഴിവും പ്രാപ്തിയും അഭിരുചിയും ഉള്ളവർ മാത്രമേ ആ ജോലിക്കും പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ജോലി, അല്ലെങ്കിൽ പഠിച്ച് പാസ്സായി ജോലി മേടിക്കുക, അല്ലെങ്കിൽ പഠിച്ച ഏതോ കൂട്ടുകളിൽ നിന്നും ഏതാണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാമെന്നല്ലാണ്ട് ഒരിക്കലും അയാൾക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റില്ല. അതായത് കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് ഇല്ലീഗലായിട്ടാണ്. അതായത് ഒരു ആഴ്ചയിൽ 20 മണിക്കൂറാണ് ജോലി ചെയ്യാൻ UK പെർമിഷൻ ഉള്ളൂ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക്. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും ക്ലാസ്സിൽ കയറാറില്ല, അതുകൊണ്ട് ജോലി ചെയ്തും ഒക്കെ നടക്കുകയാണ്. അപ്പം 40-45 മണിക്കൂറൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ 45 മണിക്കൂർ എന്ന് പറയുന്നത് പൗതിയിൽ കൂടുതലും എക്സ്ട്രാ ജോലിയാണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ ജോലിയാണ്. പോലീസിൻ്റെ കണ്ണിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വിസ പോലും ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ജോലികളാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇല്ലീഗൽ വർക്കുകളാണ് അതൊക്കെ. ഇവിടുത്തെ പോലെ ലിബറൽ അല്ല അവിടുത്തെ നിയമങ്ങളൊന്നും എന്ന് എല്ലാവർക്കും തന്നെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ ചെല്ലുന്ന വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഷോവനിസം എന്നൊക്കെ പറയാം. അതായത് അവിടെയുള്ള നാട്ടുകാർക്ക് ഇവിടെയുള്ള ഇന്ത്യക്കാരവിടെ ചെല്ലുന്ന മൂലം ഉണ്ടാകുന്ന വീർപ്പുമുട്ടലിൽ നിന്നാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സായിപ്പന്മാർ നമ്മളെപ്പോലെ എല്ലാം അടക്കി ഒതുക്കി മനസ്സിൽ ഉള്ളിലൊതുക്കി മലയാളികൾ മാത്രം കൂടുമ്പോൾ അയ്യോ ഇവന്മാരെ കൊണ്ട് ശല്യമായല്ലോ എന്ന് പറയുന്ന രീതിയിലൊന്നുമല്ല, ഉള്ള കാര്യം ഉള്ള പോലെ വിളിച്ചു പറയും. അതുകൊണ്ട് തന്നെ ഇമിഗ്രൻ്റ് വർക്ക്, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ളവർ അവിടെ ചെന്ന് താമസിക്കുന്നതോ നമ്മുടെ ഫെസ്റ്റിവൽ ഭയങ്കര ഘോഷമായിട്ട് അവിടെ ആഘോഷിക്കുന്നതൊന്നും അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. കാരണം വളരെ സ്വസ്ഥമായിട്ടും സമാധാനപരമായിട്ടും ജീവിക്കുന്ന ആൾക്കാരാണ് അവർ, കൂടുതലും പ്രായമുള്ളവരൊക്കെയാണ്.
അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെയുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ചില ആഘോഷങ്ങളുണ്ട്, ഹോളി, അതുപോലെ തന്നെ ഓണം, അതുപോലെയുള്ള നമ്മുടെ ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ നമ്മൾ ഭയങ്കര ഘോഷമായിട്ട് റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ നടത്തുന്ന ആഘോഷങ്ങളൊക്കെ അവർക്ക് അത്ര താല്പര്യമൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും കൂടെയാണ് പറയുന്നത്. കാരണം 5-8 കൊല്ലം കോർപ്പറേറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സംസാരിക്കുന്നതും നമ്മൾ മിങ്കിൾ ചെയ്യുന്നതും കൂടുതൽ ആൾക്കാർ UK, US തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പം അവർ നമ്മളോട് പറഞ്ഞ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അത് വെച്ച് കൂടിയാണ് ഞാൻ ഡാറ്റ അനലൈസ് ചെയ്തതും അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നതും. ഇനി പോകുന്ന ആൾക്കാർ എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യാൻ കമ്പൽ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ കമ്പൽ ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ, അതായത് പോയിട്ട് അവിടെ പല ജോലികളും, നിവൃത്തിയില്ലാതെ പല ജോലികളും ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്താണ് അവരെ അവിടെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യാൻ കമ്പൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിർബന്ധിക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് പോകുന്നവരൊക്കെ ഭാരിച്ച ലോൺ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. 30 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ തൊട്ട് വലിയ ലോണുകൾ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ UK, US അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഏജൻസികൾ കയറ്റി വിടുന്നത്. കാര്യം അങ്ങോട്ട് പോകാൻ വലിയ ഫീസൊന്നും വേണ്ടെങ്കിലും ഏജൻസികൾ പല വഴിക്കും നമ്മളിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന കുറേ ഫീസുകളുണ്ട്. ഇതൊക്കെ കൃത്യം യൂണിവേഴ്സിറ്റി ഫീസ്, ആ ഫീസ്, ഈ ഫീസ് എന്നൊക്കെ പറഞ്ഞ് പേപ്പർ യൂണിവേഴ്സിറ്റികൾക്കാണ് നമ്മൾ ഈ ഫീസ് മുഴുവൻ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വീട് പണയം വെച്ചും പറമ്പ് പണയം വെച്ചും വല്ലവനിൽ നിന്നും കടം വാങ്ങിച്ചൊക്കെയാണ് നമ്മൾ ഈ പോകുന്നത്. പോയിട്ട് അവിടെ ചെന്ന് ഈ പൈസ തിരിച്ചടയ്ക്കാനുള്ള വ്യഗ്രതയിലാണ് എന്ത് ജോലിയും ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മൾ തിരിച്ചടയ്ക്കണം, പൈസ തിരിച്ചടയ്ക്കണം എന്നുള്ള ഇതുകൊണ്ടാണ് പലരും അവിടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകുന്നത്. അതിനെ നമുക്ക് ഘോരം ഘോഷിക്കാൻ പറ്റും. നമ്മുടെ ജോലിയുടെ ഡിഗ്നിറ്റി അവിടെയുണ്ട്, എന്ത് ജോലിക്കും അതിൻ്റെ ആത്മാർത്ഥതയുണ്ട്, മഹത്വമുണ്ടെന്നൊക്കെ. ഏതെങ്കിലും ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ഒരു അവിടുത്തെ പൗരനെ നമുക്ക് ഈ പല ജോലികളിലും കാണാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ UK അല്ലെങ്കിൽ US ഒക്കെ സ്വപ്നം കാണുന്നത് അവിടെ പോയുള്ള ആൾക്കാരുടെ 2 ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ്. തണുപ്പത്ത് ജാക്കറ്റ് വിട്ട് അവിടുത്തെ വാം ലൈറ്റും കൂടെ ആകുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുന്നതിലും എഫക്റ്റാണ് ചില ഫോട്ടോകൾക്ക്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ പലരുടെയും ആഗ്രഹം അവിടെ പോയി 2 ഫോട്ടോ എടുക്കണം എന്നൊക്കെ. ആക്ച്വലി ഇവിടെ ജീവിക്കാനോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാനോ ഒന്നും അല്ല നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് മാത്രമാണോ പ്രശ്നം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ സിനാരിയോ വെച്ചിട്ട് നമ്മൾ കൂടുതലും ആൾക്കാർ ഫാമിലി അല്ലെങ്കിൽ കുടുംബം പറയുന്നത് കേട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊന്ന് കറങ്ങാൻ പോകാനോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊന്ന് സംസാരിക്കാൻ പോലും ചിലർക്ക് വീട്ടിൽ പെർമിഷൻ ഇല്ല. അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനാണ് പലരും US, UK പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. നേരത്തെ അത് ബാംഗ്ലൂർ, മംഗലാപുരം ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് US, UK ഒക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ്. അവിടെ പോയി 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ 30-40 അല്ലെങ്കിൽ 3-4 ലക്ഷം രൂപ മാസം മേടിച്ച് ശമ്പളം മേടിച്ച് നാട്ടിൽ വരുന്ന ഒരാൾ അവരവരുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ ട്രിപ്പ് പോകുക എന്ന് പറയുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്ന കാര്യമുണ്ട്, തന്നെ പോകണോ, ആരെങ്കിലും കൂട്ടിപ്പോയാൽ പോരെ, അല്ലെങ്കിൽ നീ തന്നെ എങ്ങനെയാണ് ഇത്രയും പോകുന്നത്? അത് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് പെൺകുട്ടികളോടാണ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കേരളം വെറുത്ത് പലരും പുറത്തേക്ക് പോകുന്നത്. അല്ലാതെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ അവിടെ പോയാൽ മാത്രമേ രക്ഷപ്പെടുമോ എന്നുള്ള മെൻറ്റാലിറ്റി മാത്രമല്ല ഇതിൻ്റെയൊക്കെ പുറകിൽ. കുറേയൊക്കെ മാനസിക പ്രശ്നം കൂടിയാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ അവർക്ക് ജീവിക്കാനൊരു സാഹചര്യം കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയാണ്. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ഒരു കൂലിപ്പണിക്ക് പോകാമെന്ന് വെച്ചാൽ പോലും നമ്മൾ ആരും സമ്മതിക്കാറില്ല. പ്രത്യേകിച്ച് പിള്ളേരെ, ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പിള്ളേർ സ്വന്തമായിട്ട് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാനായിട്ട് വല്ല കാറ്ററിംഗ് സർവീസിന് പോവുകയോ അല്ലെങ്കിൽ മറ്റ് വല്ല പണിക്ക് പോയാലോ സമ്മതിക്കാറില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ പോകും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്താൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ പലപ്പോഴും നിരുത്സാഹപ്പെടുത്തും. എന്നിട്ട് അപ്പൻ്റെയോ അമ്മയുടെയൊക്കെ സമയം നോക്കി നിൽക്കണം അവരുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടാൻ. കാരണം പിള്ളേർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. ഇത് നമ്മുടെ ഒരു ശാപം തന്നെയാണ്. ഈ ശാപമാണ് പലപ്പോഴും നമ്മുടെ യൂത്തിനെ പുറത്തേക്ക് വിടുന്നത്. ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിലെ യൂത്തൊക്കെ പുറത്തേക്ക് പോകുന്നു, അവരോട് സെറ്റിലാകുന്നു, ഇവിടെ വൃദ്ധന്മാർ മാത്രമാകുന്നു എന്നൊക്കെ ഘോരം പലരും പലയിടത്തുനിന്നും പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ പ്രസംഗിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള യുവജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പാർട്ട് ടൈം ജോലിയുടെ കാര്യം പറഞ്ഞു. US, UK ഒരു കസ്റ്റം പ്രകാരം 18 വയസ്സായാൽ അവർ വീട്ടിൽ നിന്നും പുറത്തു പോകണം. അല്ലെങ്കിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകളോ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും സ്വന്തമായിട്ട് അധ്വാനിച്ച് വേണം പഠിക്കാൻ. സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ട് വേണം പഠിക്കാനായിട്ട്. എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പുള്ളി പറഞ്ഞു കേട്ടിട്ടുണ്ട്, 18 വയസ്സായ മകളെ പിടിച്ച് പുറത്താക്കിയിട്ടും പോകുന്നില്ല, എൻ്റെ കൗച്ചിലാണ് കിടക്കുന്നത് എന്ന് പുള്ളി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് പലപ്പോഴും പുറത്തെ അവസ്ഥ. 18 വയസ്സായാൽ അവർക്ക് പ്രാപ്തിയായി, അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായി. ഇനി അവർക്ക് വേണ്ടി അധ്വാനിക്കട്ടെ, അവർ സ്വന്തമായി അധ്വാനിച്ച് പഠിക്കുകയോ ജോലി നേടുകയോ ചെയ്യട്ടെ എന്നാണ് പാരൻസ് നോക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല. 30-40 വയസ്സായാൽ അപ്പൻ്റെയും അമ്മയുടെയും തണലിൽ തന്നെ കഴിയണം, അമ്മയും പറയുന്നത് മാത്രം കേട്ട് ജീവിക്കണം എന്നാണ് നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതാണ്
നമ്മുടെ യുവത്വത്തെ പുറത്തേക്ക് വിടാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ കൂടുതലായിട്ടും പ്രേരിപ്പിക്കുന്നത്. കാരണം ഫ്രീഡം ഇല്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അപ്പൻ, അമ്മ അല്ലെങ്കിൽ നാട്ടുകാർ, അതും അല്ലെങ്കിൽ ബന്ധുക്കൾ, ഞാൻ പണ്ട് നിന്നെ കയ്യിലെടുത്തത് നിനക്ക് ഓർമ്മയില്ലേ, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയാറായോ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് പുറകെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ പേടിച്ചാണ് പലപ്പോഴും കേരളത്തിലെ ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത, ഇന്ത്യൻ യൂത്ത് പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുന്നതും ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഈ പുറത്തു പോകുന്ന എല്ലാവർക്കും പുറത്തു പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോകുന്നതൊന്നുമല്ല, വീട്ടുകാരുടെ സമ്മർദ്ദമോ നാട്ടുകാരുടെ സമ്മർദ്ദമോ മൂലം പറഞ്ഞു വിടുന്നതുമാണ്. പുറത്തേക്ക് പോയി രക്ഷപ്പെടുക അല്ലെങ്കിൽ നീ എന്നാ പുറത്തേക്ക് പോകുന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരിക. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ വലിയ അപരാധം ചെയ്യുന്ന പോലെയാണ് പല നാട്ടുകാരുടെയും അല്ലെങ്കിൽ വീട്ടുകാരുടെയും പറച്ചിലും ചോദ്യങ്ങളും. ഈ പുറത്തേക്ക് പോകാൻ 30, 40 അല്ലെങ്കിൽ 5, 10 ലക്ഷം രൂപ കടമെടുക്കുന്ന ആൾക്കാർ ഇവനൊരു സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ലോൺ എടുത്ത് കൊടുക്കാനോ തയ്യാറല്ല. പേടിയാണ് നഷ്ടപ്പെടുത്തുമോ അല്ലെങ്കിൽ മുടിപ്പിക്കുമോ എന്നുള്ളത്. പുറത്തേക്ക് പോയി തിരിച്ചു വരുന്നതിലും അല്ലെങ്കിൽ അവിടെ പോയി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നതിലും എത്രയോ ഭേദമാണ് സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ചെറിയ പൈസയ്ക്ക് അതിൽ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ ശമ്പളത്തിൽ സന്തുഷ്ടമായി ജീവിക്കുന്നതെന്ന് ആലോചിക്കാനുള്ള ബോധം പോലും ഇന്നത്തെ പേരൻസിനില്ല അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്കില്ല എന്ന് വേണം പറയാൻ. പിന്നെ അവിടെ പോയാൽ കിട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെയാണ്. ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും ഭയങ്കര മോശമാണ് മറ്റു രാജ്യങ്ങൾ. കാരണം 8 or 9 മാസത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും ഒരാൾക്ക് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ. അപ്പോൾ ഈ സമയം കൊണ്ട് ആളുടെ കാര്യത്തിന് അല്ലെങ്കിൽ രോഗത്തിന് ഒരു തീരുമാനമായിട്ടുണ്ടാവും. രാവിലെ ചെന്ന് ഡോക്ടറെ എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർമാരും അവിടെ വാതിൽ തുറന്ന് കൊടുക്കാറില്ല. എന്തിന്, സ്വന്തം പേരൻസ് പോലും വാതിൽ തുറന്ന് കൊടുക്കാറില്ല. അപ്പോയിൻമെൻറ്റ് എടുത്ത് വേണം ഒരു സ്വന്തം പേരൻസിന് എടുത്തു പോകാൻ. ഇത് അവിടെ സെറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറിയാണ്. പേരൻസും മക്കളും തമ്മിലുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ്. അതായത് നീ എൻ്റെ മകനായിരിക്കാം, പക്ഷേ എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളുണ്ട്, നീ എപ്പോഴും വന്നാലും എനിക്ക് നിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴാണ് നീ വരുന്നത് എന്ന് പറയുക, ആ സമയത്ത് ഞാൻ നിനക്ക് വേണ്ടി ഫ്രീ ആയിരിക്കാം. അല്ലെങ്കിൽ ഇടിച്ചെന്ന് വീട്ടിലോട്ട് കയറിയാൽ അവർ ചിലപ്പം നമുക്ക് വേണ്ടി നിന്ന് നിന്നോ വേണ്ടി വരില്ല. അവർക്ക് അവരവരുടെ കാര്യങ്ങളുണ്ടാവും, അവരുടെ പ്ലാനുകളുണ്ടാവും. അത് കൃത്യമായി നടപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും നമുക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തുക. അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ കുറച്ച് കൂട്ടുകാർ പോയതുകൊണ്ട് ഞാനും പോകുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാനും പോകുന്നു എന്ന് പറയാതെ സ്വന്തമായിട്ട് കഴിവോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും പേരുകെട്ട യൂണിവേഴ്സിറ്റികളിൽ മാത്രം സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ അവസരം കിട്ടിയാൽ മാത്രം പോവുക. അല്ലാതെ കണ്ട പേപ്പർ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഇന്നലെയും ഇന്നുമൊക്കെ കൂണുപോലെ പൊട്ടിമുളച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാതെ വളരെ കൃത്യമായി പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രം പഠിക്കാനായിട്ട് പോകുന്നവർക്ക് ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. എൻ്റെ കൂട്ടുകാർ പോയി അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് പോയി എന്ന് പറയാതെ പഠിക്കാൻ പോകുന്നവർ ഏതെങ്കിലും പേപ്പർ യൂണിവേഴ്സിറ്റികളിൽ പോകാതെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഏതെങ്കിലും വലിയ യൂണിവേഴ്സിറ്റികൾ, പേരുകേട്ട യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പോവുക. നമുക്ക് ഇത്രയും കടം മേടിച്ച് വെക്കാതിരിക്കാൻ പറ്റും. അതുമാത്രമല്ല, ജോലിയുടെ കാര്യമാണെങ്കിലും അവർ കൂടുതൽ ആൾക്കാരെ അക്വയർ ചെയ്യുന്ന സ്കിൽഡ് ലേബേഴ്സാണ്. അതായത് കൃത്യമായ ജോലി ചെയ്യാൻ കഴിവും പ്രാപ്തിയും ഉള്ളവരെയാണ് അവർ കൂടുതലും അക്വയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്കില്ലുണ്ടെങ്കിൽ മാത്രം, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം UK, US പോലുള്ള രാജ്യങ്ങളിലേക്ക് പോവുക. നമുക്ക് ഇവിടെ അന്യസംസ്ഥാനക്കാർ വന്ന് അവരവരുടെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന കല്ലുകടി തന്നെയാണ് പുറത്തുള്ളവർക്കും നമ്മൾ അവിടെ ചെന്ന് അവരുടെ നാട്ടിൽ ചെന്ന് ചില കുലുഷിത പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നതും. ഇത് തിരിച്ചറിയുക. നമ്മൾ ചെല്ലുന്നത് മറ്റൊരു രാജ്യത്താണ്, നമ്മൾ ജീവിക്കുന്നത് അവരുടെ കീഴിലാണ് അല്ലെങ്കിൽ അവരുടെ ദയയുടെ മുകളിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക. അപ്പോൾ അടുത്തൊരു സ്റ്റോറിയുമായിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ്, ജോയൽ ജോസഫ്.